മഞ്ഞുമൽ ബോയ്സ് സംവിധായകൻ ചിദംബരത്തിനെതിരെ ലൈംഗികാതിക്രമ കേസ്. എറണാകുളം സൗത്ത് പോലീസാണ് യുവതിയുടെ പരാതിയിൽ കേസെടുത്തത്. 2022 യുവതിയുടെ ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറിയെന്നാണ് കേസ്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, കുറച്ചു കാലം മുമ്പ് നടന്നൊരു സംഭവത്തിലാണ് ഈ പരാതി എപ്പോഴാണ് എത്തിയത്? എന്തൊക്കെയാണ് ഈ ചിദംബരത്തിനെതിരായ ആരോപണങ്ങൾ? ഗൂഗിൾ 2022 ഈ സംഭവം നടക്കുന്നത്. പക്ഷേ പരാതി ലഭിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പരാതി ലഭിച്ച ഉടൻ തന്നെ സൗത്ത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ആക്ട് ചെയ്തിരിക്കുന്നു. ചിദംബരത്തിനെതിരെ ലൈംഗിക അതിക്രമ വകുപ്പ് ചുമത്തി 74, BNS 75, BNS 79 തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ സൗത്ത് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഇളംകുളത്തുള്ള ഫ്ളാറ്റിൽ, യുവതി താമസിക്കുന്ന ഫ്ളാറ്റിൽ ചിദംബരം എത്തുകയും മോശമായി പെരുമാറുകയും ചെയ്തു എന്നുള്ളതാണ് അവരുടെ പരാതി. ഈ പരാതിക്കാരി എവിടെയാണോ അല്ലെങ്കിൽ അവരുടെ ബോട്ട്സ് ഒന്നും നിലവിൽ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല. പരാതി ലഭിച്ചു, അതിന് ഉടനടി തന്നെ പോലീസ് കേസെടുത്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാവുന്നത്. വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് കടക്കും. പ്രത്യേകിച്ച് ഇത് 2022 നടന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മെറിറ്റിലടക്കം വിശദമായ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. തന്നെയാണ് പരാതി കിട്ടിയപ്പോൾ ഉടനടി പോലീസ് നടപടിയെടുത്തു. പക്ഷേ ഈ 2022 നടന്ന സംഭവം, അതിൽ ഒരു പരാതി വരാൻ ഒരു കാലതാമസം ഉണ്ടായല്ലോ. അപ്പൊ ആ കാലതാമസവുമായി ബന്ധപ്പെട്ട് അത് എന്തുകൊണ്ടാണ് എന്ന രീതിയിൽ നമുക്ക് വിവരങ്ങളുണ്ടോ? ക്രിസ്റ്റിന, സാധാരണഗതിയിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ ഇത്തരം ലൈംഗിക പരാതികൾ വൈകി വരുന്നത് കണ്ടു. പക്ഷെ അതൊന്നും ഈ കേസെടുക്കുന്നതിന് അത് തടസ്സമല്ല. പക്ഷെ കോടതിയിലേക്ക് എത്തുമ്പോൾ അതിന്റെ മെറിറ്റ് പലഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടാറുള്ളതാണ്. ഇപ്പോൾ M രഞ്ജിത്തിനെതിരായുള്ള പരാതി ലഭിച്ചത് വർഷങ്ങൾക്ക് ശേഷമാണ്. കഴിഞ്ഞ ഹെമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് പരാതി ലഭിക്കുകയും പിന്നാലെ അതിൽ പോലീസ് ആക്ട് ചെയ്ത് കേസെടുക്കുകയും ചെയ്തു. പക്ഷെ കോടതിയിലേക്ക് എത്തുമ്പോഴാണ് ഈ കേസിന്റെ പരാതി നൽകാൻ വൈകുന്ന കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമായും പോലീസിന് മുമ്പിൽ ഒരു പരാതി വരുമ്പോൾ അവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കുക എന്നുള്ളതൊരു നടപടിക്രമമാണ്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ചിദംബരത്തിനെതിരെ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശദമായ അന്വേഷണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. മിനിഞ്ഞാന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനു മുമ്പത്തെ ദിവസമാണ് പരാതി ലഭിച്ചത്. ഇളംകുളത്തെ ഫ്ളാറ്റിൽ വെച്ച് യുവതിയോട് മോശമായി പെരുമാറി എന്നുള്ളതാണ് അവരുടെ പരാതി. അതായത് അവരുടെ ഫ്ളാറ്റിലേക്ക് ഇയാൾ കയറുകയും അവരുടെ ദൃശ്യങ്ങളടക്കം പകർത്താൻ ശ്രമിച്ചു എന്ന് തുടങ്ങിയ ഗുരുതരമായ പരാതികളാണ് ഉണ്ടായിരുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സൗത്ത് പോലീസ് ചിദംബരത്തിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ക്രിസ്റ്റീന, ഗോകുൽ. വിഷ്ണു, സ്വാഭാവികം ഇനി മൊഴിയെടുപ്പ്, അതുപോലെ തന്നെ ചോദ്യം ചെയ്യൽ, തുടർ നടപടികളിലേക്ക് പോലീസ് ഉടൻ തന്നെ നീങ്ങുമോ? ഗോകുൽ, സ്വാഭാവികമായും യുവതിയുടെ മൊഴി, അതോടൊപ്പം തന്നെ 164 പ്രകാരമുള്ള മൊഴിയൊക്കെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അടുത്ത നടപടി അതിലേക്കായിരിക്കും കടക്കുക. ഈ പരാതിയുടെ ഒരു മെറിറ്റും അതോടൊപ്പം തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായി ഒന്ന് പരിശോധിക്കും. അതിനുശേഷമായിരിക്കും രഹസ്യമൊഴി അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുക. ചിദംബരത്തെയും സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം ഗുരുതര സ്വഭാവമുള്ള പരാതിയാണ്. ആ പശ്ചാത്തലത്തിൽ ചിദംബരത്തെയും ചോദ്യം ചെയ്യും. പക്ഷെ അതിന് കാലതാമസം എപ്പോഴാണ് ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടക്കുക എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. നിലവിൽ ഇപ്പോൾ ചിദംബരത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ലഭ്യമായിട്ടുള്ള വിവരം. ബാക്കി നടപടികളിലേക്ക് പോലീസ് ഇതുവരെ കടന്നിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. വിഷ്ണു, ഈ പരാതി എപ്പോഴാണ് ലഭിച്ചത്? മിനിഞ്ഞാന്നാണ് കേസെടുത്തതെന്ന് പറയുന്നു. പരാതി ലഭിച്ച ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായും അതിനു മുമ്പത്തെ ദിവസമായിരിക്കും പരാതി എത്തിയിട്ടുണ്ടാകുക. യുവതി നേരിട്ട് പരാതി നൽകിയോ, ഇമെയിൽ മുഖേന പരാതി നൽകിയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. നമ്മൾ സൗത്ത് SHOയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞത് ഇങ്ങനെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഇങ്ങനെ പരാതി ലഭിച്ചിട്ടുണ്ട്, ഇളംകുളത്ത് വെച്ച് ഇങ്ങനൊരു പീഡനം നടന്നു എന്നുള്ളതാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചിദംബരത്തിനെതിരെ ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. 2022 നടന്ന സംഭവമാണ്. ഈ പെൺകുട്ടിയുടെ ഫ്ളാറ്റിലേക്ക് ചിദംബരം എത്തി അതിക്രമിച്ചു കയറി എന്നുള്ളതാണ് ആ പരാതിയിൽ പറഞ്ഞിരുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഗുരുതര സ്വഭാവമുള്ള പരാതി എന്ന രീതിയിൽ ഉടൻ തന്നെ കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകിയത്. BNS 74, 75, 79 വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള മുൻപരിചയമുണ്ടോ, അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ മറ്റ് ബന്ധങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കും. പക്ഷേ നിലവിൽ അത്തരം വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. പരാതിക്കാരുടെ ബോട്ട്സ് പോലും പോലീസിന് കാര്യമായി ലഭ്യമായിട്ടില്ലെന്നാണ് മനസ്സിലാകുന്നത്. ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഇനിയിപ്പോൾ അന്വേഷണം നടത്തിയിട്ട് വേണം അതിൽ എന്തൊക്കെ വസ്തുതകളുണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ. ഗൂഗിൾ. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. മലയാളത്തിലെ സമർത്ഥനായ ഈ കഴിഞ്ഞ ഇടയിൽ അവാർഡുകളെല്ലാം വാരിക്കൂട്ടിയ ചിത്രത്തിന്റെ സംവിധായകനാണ് ചിദംബരത്തിനെതിരെയാണ് ഇപ്പോൾ ഒരു ലൈംഗികാതിക്രമ പരാതി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പരാതി വന്നത്. പക്ഷേ അത് 2022 നടന്ന സംഭവം എന്നതാണ് പരാതിയിൽ സൂചിപ്പിക്കുന്നത്. മനസ്സിലാക്കുന്ന പ്രകാരം ചിദംബരം ഇപ്പോൾ കാസർഗോഡ് പെരിയയിൽ തെയ്യം കാഴ്ചകളൊക്കെ കണ്ട്
നിൽക്കുകയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പങ്കുവച്ച ചിത്രങ്ങളെന്ന് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ ചിദംബരത്തെ മൊഴിയെടുക്കാൻ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തലിലേക്കും ചിദംബരത്തിന്റെ ചോദ്യം ചെയ്യലിലേക്കും ഒക്കെ കടക്കാനാണ് സാധ്യത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.